ഹായ് ഓൾ, വെൽക്കം ടു എൻചാൻറ്റിങ് ജേർണി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിനെ എങ്ങനെയാണ് ബുദ്ധിപൂർവം അല്ലെങ്കിൽ തന്ത്രപൂർവം അതിനെ എങ്ങനെയാണ് അതിൻ്റെ പോസിറ്റീവ് തലത്തിലേക്ക് മാറ്റുന്നത് എന്നതിനെ പറ്റിയാണ്. ആദ്യം ഒരു രത്ന ചുരുക്കം പറയാം, അതിനുശേഷം കുറച്ച് വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ, അതായത് നമുക്ക് തോന്നുവാണ് ഈ ഒരു കാര്യം നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല, നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണിത് എന്നൊക്കെ തോന്നുന്ന ചില ചാലഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരാം. അപ്പോഴൊക്കെ നമ്മൾ ഈ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ്, അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയിലേക്ക് പോകാനാണ് നമുക്ക് താല്പര്യം എങ്കിൽ, അതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക? ഈ പ്രശ്നം വന്നിരിക്കുന്നത് എന്തോ ഒരു നല്ല മാറ്റത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എനിക്കൊരു നന്മ ഒളിഞ്ഞിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്നും എനിക്കെന്തോ പഠിക്കാനുണ്ട്, എനിക്കിതിൽ നിന്നും എന്തോ നേടാനുണ്ട് എന്ന് ആ രീതിയിൽ ചിന്തയെ മാറ്റുക എന്നുള്ളതാണ്. അതിനുശേഷം ആ പ്രശ്നത്തിനുള്ള പോസിറ്റീവായിട്ടുള്ള പരിഹാരങ്ങൾ ശ്രദ്ധിക്കണം. ആ പ്രശ്നം നിങ്ങളുടെ നിലവിലുള്ള ജീവിതാവസ്ഥയെ ഉയർത്തുന്നതായിരിക്കണം. ആ പ്രശ്നമല്ല, ആ പ്രശ്ന പരിഹാരം നിങ്ങളുടെ നിലവിലുള്ള ജീവിതത്തെ ഉയർത്തുന്ന രീതിയിലുള്ളതായിരിക്കണം. അങ്ങനെ ആവുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം സത്യമാവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏത് കാര്യം? ഈ പ്രശ്നം വന്നത് എനിക്കെന്തോ നല്ലത് തരാൻ വേണ്ടിയിട്ടാണെന്നുള്ള ആ കാര്യം. ഈ ഒരു രീതിയിൽ ഓരോ നെഗറ്റീവിനെയും പോസിറ്റീവാക്കാൻ നമുക്ക് കഴിയും. അത് നമ്മുടെ ശ്രമം പോലെ, നമ്മുടെ മിടുക്കിനനുസരിച്ച് ഇരിക്കും. ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ച് ഈ വിധമായി എന്നും പറഞ്ഞ് കൂനിക്കൂടി തളർന്നിരിക്കാം. സെയിം ടൈം ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു വന്ന് വളരെ പക്വതയാർജിച്ച ഒരാളാണെന്നും പറഞ്ഞ് തല നിവർത്തി അഭിമാനത്തോടെയും നമുക്ക് ഇരിക്കാം. ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ വീട്ടിലെ ചില കട്ടിപ്പണികളൊക്കെ ചെയ്യാനായിട്ട് അയാൾക്ക് പറ്റുന്നില്ല. അവിടെ അയാൾ വീട്ടുജോലിക്കായിട്ട് ഒരാളെ വെക്കുന്നു. വീട്ടുജോലിക്ക് അയാളെ സഹായിക്കാനായിട്ട് ഒരാൾ. അങ്ങനെ സഹായിക്കാനായിട്ട് ഒരാളെ കിട്ടുമ്പോൾ അയാൾക്ക് കുറേ സമയം വെറുതെ കിട്ടും, അല്ലേ? ആ സമയത്തിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ അയാൾ തീരുമാനിക്കുന്നു. ആ സമയത്ത് അയാൾക്ക് അധികം എഫേർട്ട് ആവശ്യമില്ലാത്ത എന്തിനെങ്കിലും ഓൺലൈൻ വർക്കുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ചെയ്ത് അയാൾ ആ സമയം നല്ല രീതിയിൽ അയാൾ അവിടെ പ്രയോജനപ്പെടുത്തുന്നു. അതിൽ നിന്നും വരുമാനവും ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ, അയ്യോ എൻ്റെ ആരോഗ്യം ക്ഷയിച്ചോ, എൻ്റെ പണ്ടത്തെ ആരോഗ്യമൊക്കെ പോയോ എന്നൊക്കെ ഓർത്ത് സ്തബ്ധിച്ചിരിക്കുന്നതിന് പകരം അതിനൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു പരിഹാരം അതിന് കണ്ടെത്താനായിട്ടാണ് അയാൾ നോക്കിയത്. ഈ മനോഹരം എന്ന് പറയുന്നത് കണ്ടെത്താനായിട്ട് നല്ലൊരു മനസ്സ് വേണ്ടതാണ്. പോസിറ്റീവ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ അധികം താമസിയാതെ നെഗറ്റീവ് ആവുന്നതായിരിക്കും എന്ന് പറഞ്ഞ ഒരു അടുത്ത ബന്ധു എനിക്കുണ്ട്. ആളൊരു പോസിറ്റീവായിട്ടുള്ള പേഴ്സണായിട്ട് മുമ്പൊരിക്കലും അങ്ങനെ തോന്നിയിട്ടുമില്ല. അവരോടൊക്കെ എന്താ മറുപടി പറയേണ്ടത്? പോസിറ്റീവായി ചിന്തിച്ചാൽ നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവായി മാറുന്നത്? പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ കാട്ടിൽ മനോഹരമായിട്ടുള്ള വേറെ എന്താണ് ഈ ലോകത്തിലുള്ളത്? എത്ര മനോഹരമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും നിർവഹിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് അവർ നല്ലതല്ലാത്തതിനെയൊക്കെ നല്ലതാക്കി മാറ്റുന്നത്. ഓരോ പ്രശ്നങ്ങളിൽ നിന്നും എന്ത് ലാഘവത്തോടെയാണ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. നമുക്കെപ്പോഴും വേണ്ടത് നമുക്കും മറ്റുള്ളവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന പ്രശ്ന പരിഹാരങ്ങളല്ലേ?
ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്ന പരിഹാരശാലയായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും. കഴിവതും ആസ്വദിച്ച് തന്നെ ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് നോക്കുക. ഇതിനൊക്കെ പോസിറ്റിവിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാൾ കിടപ്പിലായിപ്പോയി എന്ന് കരുതുക. സ്വന്തമായി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. ആ കിടപ്പ് രോഗിക്ക് പോലും പോസിറ്റിവിറ്റിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും. അയാളെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് അയാളൊരു ഭാരമാവാം. പക്ഷെ അയാൾക്ക് ആ കിടപ്പിലും ഒരു സമ്പത്തുണ്ട്. എന്താണത്? അയാൾക്ക് ഇപ്പോഴും മനസ്സ് കൈമോശം വന്നിട്ടില്ല. ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്. സ്വാഭാവികമായും മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് സമയം ഇഷ്ടം പോലാണ്. അയാൾ ദൈവവിശ്വാസി അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അയാളുടെ കർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കാം. ഒരു കിടപ്പ് രോഗിയുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റുമോ? ഒരിക്കലുമില്ല. ആ പ്രാർത്ഥനയിൽ അയാളുടെ ശരീരം സുഖം പ്രാപിച്ചേക്കാം, അല്ലേ? ഇതുപോലെ ഏതെങ്കിലുമൊക്കെ നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിങ്ങളെടുത്ത പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചുകൾ അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലുമൊക്കെ പോസിറ്റിവിറ്റി നിറച്ച് സന്തോഷമായി തന്നെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.